പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചന സത്യങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവത്തിൽ പ്രത്യാശയുള്ള വ്യക്തിയാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവവചനം തരുന്ന ഉറപ്പിലും ധൈര്യത്തിലും നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഈ ലോകത്തിൽ എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കും നമുക്കറിയത്തില്ല. നമ്മുടെ ഭാവി എന്താകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, സ്വർഗത്തിലെ ദൈവം കരുതും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏറ്റവും വലിയ വാഗ്ദത്തം മരണത്തിനപ്പുറത്ത് ഒരു നിത്യജീവൻ നമുക്കുണ്ടെന്നുള്ളതാണ്. നശിച്ചു പോകുന്ന ഈ ലോകത്തിനപ്പുറത്ത് നിത്യമായ, അനശ്വരമായ, അമർത്യമായ ഒരു ജീവിതം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആ പ്രത്യാശയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേക വാഗ്ദത്തങ്ങൾ, പ്രോമിസുകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു, തന്നിട്ടുണ്ട്. തന്ന പലതും നിവൃത്തിയായിട്ടുണ്ട്. ഇനി നിവൃത്തിയാകാൻ ഒരുപാട് പ്രോമിസുകളുണ്ട്. എന്നാൽ ഈ പ്രോമിസുകളെക്കുറിച്ച്, ഈ വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവം വാഗ്ദത്തം നമുക്ക് തന്ന, ഒരു ദർശനം തന്ന, ഒരു സ്വപ്നം കാണിച്ച ഒരു സമയമുണ്ട്, ഒരു പ്രായമുണ്ട്, ഒരു കാലമുണ്ട്. എന്നാൽ സ്വപ്നം എന്താണെന്ന് ദൈവം പറയും, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എന്താണെന്ന് ദൈവം പറയും, പ്രോമിസ് ദൈവം പറയും, വാഗ്ദത്തം പറയും. എന്നാൽ അതിൻ്റെ റൂട്ട് ദൈവം ഒരിക്കലും പറയത്തില്ല, വഴി പറയത്തില്ല. എൻഡ് പോയിൻറ്റും സ്റ്റാർട്ടിംഗ് പോയിൻറ്റും നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ആ പീരീഡ് എന്താണ്, സാഹചര്യം എന്താണ്, ആ വഴി എന്താണ് നമുക്കറിയത്തില്ല. എന്നാൽ ആ ഒരു പീരീഡിന്, വാഗ്ദത്തം കേട്ട ആ നാളിനും വാഗ്ദത്തം നിവൃത്തിയാകുന്ന ആ പീരീഡിനും ഇടയ്ക്കുള്ള, ആ സമയത്തിനും ഇടയ്ക്കുള്ള ഒരു ബ്രാക്കറ്റ് പീരീഡുണ്ട്, ഒരു ഇടവേളയുണ്ട്. വാഗ്ദത്തം നിവൃത്തിയാകാനുള്ള ഒരു ഇടവേള. ഈ ഇടവേളയെക്കുറിച്ച് വിശുദ്ധ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം പ്രോമിസ് കൊടുത്ത് അതിനെ നിവർത്തീകരിച്ച ഒരുപാട് വ്യക്തികളെക്കുറിച്ച് തിരുവചനത്തിൽ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഇടവേളകളുണ്ടായിരുന്നു. ഇടവേള. ഒരുപക്ഷെ ഈ മെസ്സേജ് കേൾക്കുന്ന താങ്കൾ ഈ വാഗ്ദത്ത നിവർത്തിയുടെ, ദൈവം നിങ്ങളെ കാണിച്ച ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരിടവേളയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളോട് സംസാരിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യം പകരട്ടെ, നിങ്ങളെ ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായിട്ടും നിങ്ങളെ ഉറപ്പിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും പാഴല്ലെന്നും ഈ ബ്രാക്കറ്റ് പീരീഡിൽ, ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇടവേളയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഇതിൽ ഈ വാഗ്ദത്തത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഈ ബ്രാക്കറ്റ് പീരീഡിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റാരുമല്ല, നമുക്കെല്ലാം പരിചയമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് യോസഫ് എന്നാണ്. യോസഫ്. എന്താ യോസഫിൻ്റെ പ്രത്യേകത? ആരാണ് യോസഫ്? യോസഫിന് കണ്ട സ്വപ്നം എന്തായിരുന്നു? അത് നിവർത്തിയായത് എങ്ങനെയാണ്? നിവർത്തിയാകാൻ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ബ്രാക്കറ്റ് പീരീഡ് എങ്ങനെയാണ് താൻ നേരിട്ടത് എന്നൊക്കെ നമുക്ക് ദൈവവചനത്തിൽ ചിന്തിക്കാം. വിശ്വസിക്കൂ, ദൈവം സ്വപ്നം കാണിക്കാൻ മാത്രം കഴിവുള്ളവനല്ല, കാണിച്ച സ്വപ്നം നിവർത്തിയാക്കാനും ദൈവത്തിന് കഴിയും. യോസഫിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം തുടങ്ങി 37 അധ്യായം തുടങ്ങി നമുക്ക് വായിക്കാൻ കഴിയും. 37 അധ്യായത്തിൽ യോസഫിനെ കുറിച്ച് പറയുന്നു. പിന്നെ 38 അധ്യായത്തിൽ പരാമർശിക്കുന്നില്ല, 39 അധ്യായത്തിലാണ്. 39 അധ്യായം തൊട്ട് 50 അധ്യായം ഉൽപ്പത്തി തീരുന്നത് വരെ നമുക്ക് ആ ചരിത്രം കാണാൻ കഴിയും. 37, 39 തുടങ്ങി 50 വരെ. തിരുവചനം നിങ്ങൾ വായിക്കുന്ന സമയത്ത്, വായിക്കണമെന്ന് തോന്നുമ്പോൾ ആ അധ്യായങ്ങളിലേക്ക് ചെല്ലുക, വായിക്കുക. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയരെ, ആരാണ് യോസഫ്?
അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ് അദ്ദേഹത്തിൻ്റെ 12 പുത്രന്മാരിൽ ഒരുവനാണ് യോസഫ് എന്നുള്ളത്. അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് 3 വ്യത്യസ്ത പ്രായങ്ങളാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. അതിലൊരു പ്രായം അദ്ദേഹം സ്വപ്നം കണ്ട പ്രായമാണ്. 37-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസഫിന് 17 വയസ്സായപ്പോൾ, ശ്രദ്ധിച്ചോ, യോസഫിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ആ പ്രായമാണ് 17-ാം വയസ്സ്. മറ്റൊന്നുമല്ല, ആ പ്രായത്തെ ബൈബിൾ രേഖപ്പെടുത്തിയത് 17-ാം വയസ്സിലാണ് താൻ സ്വപ്നം കാണുന്നത്. 17-ാം വയസ്സ് തൊട്ടുള്ള ചരിത്രത്തെക്കുറിച്ചാണ് യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ. തൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത് 17-ാം വയസ്സ് തൊട്ടാണ്. 17-ാം വയസ്സിലാണ് യോസഫ് സ്വപ്നം കാണുന്നത്. പിന്നീട് യോസഫിൻ്റെ പ്രായം പരാമർശിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിലാണ്. യോസഫ് മിസ്രൈം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. 17-ാം വയസ്സിൽ സ്വപ്നം കണ്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രായം പറയുന്നത് 46-ാം വാക്യം, 41-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിലാണ് 30-ാം വയസ്സ് എന്ന് പറഞ്ഞാൽ 17-ാം വയസ്സിൽ കണ്ട സ്വപ്നം, ദൈവം കാണിച്ച സ്വപ്നം, പ്രോമിസ് കിട്ടിയത് 17-ാമത്തെ വയസ്സിൽ. പിന്നെ അത് നിവർത്തിയാകുന്ന പ്രായം 30-ാം വയസ്സാണ്. നോക്കിക്കേ, അതിൻ്റെ ഇടയിലുള്ള 13 വർഷം താൻ അനുഭവിച്ച യാതന, താൻ അനുഭവിച്ച ഒറ്റപ്പെടൽ, താൻ അനുഭവിച്ച നിന്ന, തൻ്റെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങളുടെ വേലിയേറ്റിറക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 17-ാം വയസ്സെന്ന് ബൈബിൾ രേഖപ്പെടുത്തി, പിന്നെ രേഖപ്പെടുത്തുന്ന 30-ാം വയസ്സ്. അതിന് ബ്രാക്കറ്റ് പീരീഡ് എന്ന് നമുക്ക് വിളിക്കാം, ജീവിതത്തിൻ്റെ ഒരു ഇടവേള. താൻ കണ്ട സ്വപ്നം ഇതായിരുന്നു. 37-ാം അധ്യായത്തിലാണ് തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ 6-ാം വാക്യത്തിൽ താൻ പറയുകയാണ്: ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവീൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. ഇത് സഹോദരന്മാരോട് പറയുക. വീണ്ടും താൻ ഒരു സ്വപ്നം കണ്ടു. അത് 9-ാം വാക്യമാണ്. ഇങ്ങനെയാണ് പറയുന്നത്: അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെ ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ഈ 2 സ്വപ്നമാണ് താൻ കാണുന്നത്. ഈ സ്വപ്നം കണ്ടത് 17-ാം വയസ്സിലാണ്. എന്നാൽ ഈ സ്വപ്നം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ, അപ്പനോട് പറഞ്ഞപ്പോൾ അവർ സ്വീകരിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല. അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദൂഷിച്ചു. ആദ്യം അവനെ പകച്ചു സഹോദരന്മാർ. കാരണം അപ്പന് വാർദ്ധക്യത്തിലുണ്ടായ മകനാണ് യോസഫ്. അപ്പം സകല മക്കളിൽ വെച്ച് യോസഫിനെ അധികം അപ്പൻ സ്നേഹിച്ചു, ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഈ അപ്പൻ്റെ അധിക സ്നേഹം കണ്ടപ്പോൾ സഹോദരന്മാരവനെ പകച്ചു. ഓൾറെഡി അവനെ ഇഷ്ടമല്ല. കൂടാതെ താൻ സ്വപ്നം കണ്ടപ്പോൾ ഭാവിയിൽ സഹോദരന്മാർ തന്നെ വണങ്ങുമെന്നുള്ള സ്വപ്നം പറഞ്ഞപ്പോൾ സഹോദരന്മാർ അധികം ദൂഷിക്കുകയാണ്. അപ്പനോട് അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചെന്ന് 10-ാം വാക്യം പറയുന്നുണ്ട്. ഒരു കാര്യം ഓർത്തോണം, നിൻ്റെ അകത്തൊരു സ്വപ്നം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിൻ്റെ അകത്തൊരു വാക്തത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നീ ഒരു ദർശനമുള്ള വ്യക്തിയാണെങ്കിൽ, നിൻ്റെ ദർശനത്തെ ഒരുപക്ഷെ നിൻ്റെ രക്തബന്ധങ്ങളോട് പറയുമ്പോൾ പോലും അവരത് അംഗീകരിച്ചു എന്ന് വരത്തില്ല. നിൻ്റെ സ്വപ്നം നിമിത്തം നിൻ്റെ സ്വപ്നം മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ നിന്നെ പകയ്ക്കും, അവർ നിന്നെ ശാസിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നീ കണ്ട സ്വപ്നം ദൈവം നിന്നെ കാണിച്ചതാണെങ്കിൽ ആരൊക്കെ പകച്ചാലും, ആ സ്വപ്നം നിമിത്തം മറ്റുള്ളവർ നിന്നോട് അസൂയപ്പെട്ടാലും, മറ്റുള്ളവർ നിന്നെ ദൂഷിച്ചാലും നീ ഭാരപ്പെടേണ്ട. കണ്ടത് ദൈവം കാണിച്ച സ്വപ്നമാണെങ്കിൽ അതിനുവേണ്ടി നിൽക്കുക. ദൈവം അതിനെ നിവർത്തിയാക്കും. യോസേഫിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ സ്വപ്നമാണ് തൻ്റെ ജീവിതത്തിലെ സകല കാര്യത്തിനും കാരണമായി തീരുന്നത്. സഹോദരന്മാർ പകയ്ക്കാൻ കാരണം സ്വപ്നമാണ്. അപ്പൻ ശാസിക്കാൻ കാരണം സ്വപ്നമാണ്. അവന് ഒരു വിളിപ്പേര് പോലും അവരിട്ടു. അത് മറ്റൊന്നുമല്ല, സ്വപ്നക്കാരൻ എന്നാണ്.
കാരണം സഹോദരന്മാർ ആടിനെ മേയ്ക്കാനായിട്ട് പോയപ്പോൾ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ അപ്പന് യോസേപ്പിനെയാണ് പറഞ്ഞു വിടുന്നത്. അപ്പം യോസേപ്പിനെ പറഞ്ഞു വിടുമ്പോൾ സഹോദരന്മാർ ദൂരത്ത് നിന്ന് യോസേപ്പിനെ കണ്ടു. 37 അധ്യായത്തിൻ്റെ 18 വാക്യം. അവർ അവനെ ദൂരത്ത് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പ് അവനെ വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ, നാം അവനെ കൊന്നൊരു കുഴിയിൽ ഇട്ട് കളയുക. നോക്കിക്കേ, അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം, അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. നോക്കിക്കേ, ഒന്ന്, അവന് പേര് വിട്ടു, സ്വപ്നക്കാരൻ വരുന്നു. അവന് വിരോധമായി ദുരാലോചന കഴിച്ചു. സ്വന്തം സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങളുമായിട്ട് കടന്നു വന്ന ഈ യോസേപ്പിനെ ആരാണ് പകയ്ക്കുന്നത്? ആ സഹോദരന്മാർ പകയ്ക്കുകയാണ്. ആ സഹോദരന്മാർ പകച്ചു എന്ന് മാത്രമല്ല, അവനെ കൊല്ലുവാൻ അവർ തയ്യാറാകുകയാണ്. സ്തോത്രം. അവരെ കൊല്ലുവാൻ തയ്യാറാകുകയാണ്. പോരാട്ടം നിന്നോടല്ല, നീ കണ്ട സ്വപ്നത്തോടാണ്. അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമെന്നാണ് സഹോദരന്മാർ പറഞ്ഞത്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ സ്വപ്നം നിമിത്തം അവൻ പൊട്ടക്കുഴിയിൽ വീണു. പൊട്ടക്കുഴിയിൽ നിന്ന് അവൻ പുറത്തു വന്നു, പൊത്തിഫേറിൻ്റെ വീട്ടിലകപ്പെട്ടു. അവിടെയും അവന് നിന്ദയാണ്, കഷ്ടതയാണ്. ചെയ്യാത്ത കുറ്റത്തിന് പൊത്തിഫേർ കാരാഗ്രഹത്തിലാക്കി. അവൻ്റെ പൊത്തിഫേറിൻ്റെ ഭാര്യ നിമിത്തമാണ് കാരാഗ്രഹത്തിലാകാൻ കാരണം, ചെയ്യാത്ത കുറ്റത്തിന്. എന്നാൽ കാരാഗ്രഹത്തിൽ വന്ന് കിടക്കുമ്പോൾ 2 പേരെ ആ കാരാഗ്രഹത്തിലകത്ത് രാജാവ് ഒരിക്കൽ ആക്കി. അപ്പക്കാരൻ്റെ പ്രമാണിയും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും ആ കാരാഗ്രഹത്തിൽ യോസേപ്പിനെ ഇട്ട അതേ കാരാഗ്രഹത്തിനകത്ത് ഫറവോൻ ആക്കി. എന്നാൽ നോക്കിക്കോണേ, സ്വപ്നം നിമിത്തമാണ് ഇത്രയും നാളും താൻ അനുഭവിച്ചത്. സ്വപ്നം പറഞ്ഞ അന്ന് തൊട്ട്, താൻ കണ്ട സ്വപ്നം കണ്ട അന്ന് തൊട്ട്, 17 വയസ്സ് തൊട്ട് പ്രശ്നങ്ങളാണ്. സ്വപ്നം കാരണമാണ് ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. സ്വപ്നം കാരണമാണ് പൊട്ടക്കുഴിയിലായത്. സ്വപ്നം നിമിത്തമാണ് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടത്. എന്നാൽ താൻ കാരാഗ്രഹത്തിലായപ്പോഴും ഒരു രാത്രിയിൽ ആ കാരാഗ്രഹത്തിൽ കിടന്ന 2 വ്യക്തികൾ ഒരു സ്വപ്നം കാണുക. ആ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ യോസേപ്പ് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു. പാനപാത്രവാഹകക്കാരുടെ പ്രമാണിയെ തിരികെ ജോലിയിലെടുക്കുമെന്നും അപ്പക്കാരുടെ പ്രമാണിയെ കൊല്ലുമെന്നും ആ സ്വപ്നം വ്യാഖ്യാനിച്ച് അതുപോലെ സംഭവിച്ചു. എന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പാനപാത്രവാഹകക്കാരുടെ പ്രമാണിയോട് യോസേപ്പ് പറയുന്നൊരു കാര്യമുണ്ട്. നീ തിരിച്ച് ശുഭമായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർത്ത് എൻ്റെ കാര്യമൊന്ന് പറയണം. എന്നാൽ അവൻ മറന്നെങ്കിലും 2 വർഷത്തിന് ശേഷം ഫറവോൻ ഒരു സ്വപ്നം കാണുക. നോക്കിക്കേ, ഈ യോസേപ്പിൻ്റെ ചരിത്രം മൊത്തം വായിക്കുമ്പോൾ ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പാനപാത്രവാഹകക്കാരൻ്റെ അപ്പക്കാരുടെ പ്രമാണിയെ ദൈവം ഒരു സ്വപ്നം കാണിക്കുന്നു, ഫറവോനെ ദൈവം ഒരു സ്വപ്നം കാണിക്കുന്നു. എന്തിനാ? യോസേപ്പിനെ പുറത്തെടുക്കാൻ. ഓർത്തോണം, സ്വപ്നം നിമിത്തം നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നീ കണ്ട ദർശനം നിമിത്തം എന്തെങ്കിലും പ്രതിസന്ധികൾ നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേ സ്വപ്നം തന്നെ നിന്നെ പുറത്തെടുക്കാനും ദൈവം ഉപയോഗിക്കും കേട്ടോ. ദൈവം തന്നിരിക്കുന്ന എന്തെങ്കിലും കൃപകൾ, കൃപാവരങ്ങൾ, താലന്തുകൾ നിമിത്തം, അത് വ്യാപാരം ചെയ്തത് നിമിത്തം നീ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ ആ ദൈവം തന്ന വരത്തെയോ കൃപാവരത്തെയോ ഒന്നും നീ പഴിക്കരുത്, ദൂഷിക്കരുത്. നീ കാത്തിരിക്കുക. ഒരു സമയം വെളിപ്പെടും. ആ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ദൈവം തന്ന കൃപ നിമിത്തം നീ പുറത്തു വരും. ആമേൻ. അങ്ങനെ ഫറവോന് സ്വപ്നം കണ്ടത് വ്യാഖ്യാനിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ പാനപാത്രക്കാരൻ്റെ പ്രമാണി യോസേപ്പിനെ ആ സമയത്ത് ഓർത്ത് പുറത്തു കൊണ്ടുവന്ന് തൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നത്തിൻ്റെ നിവർത്തീകരണം ഫറവോൻ കണ്ട സ്വപ്നത്തിലൂടെ നടപ്പിലാകുക. അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവം ഒരു കൃപാവരം, ഒരു താലന്ത്, ഒരു ഗിഫ്റ്റ്, സ്പിരിച്വൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിലനിൽക്കണം, അതിനെ കീപ്പ് ചെയ്യണം. അത് വ്യാപാരം ചെയ്ത് നിമിത്തം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ദൈവം നിനക്ക് തന്ന ആ ഗിഫ്റ്റാണെങ്കിൽ ആ ഗിഫ്റ്റ് തന്നെ നിന്നെ പുറത്തു കൊണ്ടുവരും. അത് യോസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രമാണ്, ഒരു പാഠമാണ്. സ്വപ്നം
നിമിത്തം 17 വയസ്സിൽ കഷ്ടമനുഭവിച്ചെങ്കിലും ഇതേ സ്വപ്നവ്യാഖ്യാനം എന്നുള്ള വരം നിമിത്തം 30 വയസ്സിൽ ഫറവോൻ്റെ മുമ്പിൽ ദൈവം യോസഫിനെ നിർത്തി. രണ്ടാമത്തെ കാര്യം, ദൈവം ഒരു വാക്തത്വം, സ്വപ്നം, ദർശനം കാണിക്കുന്നൊരു വർഷമുണ്ടെങ്കിൽ അത് നിവർത്തിയാകുന്നൊരു വർഷമുണ്ട്. എന്നാൽ ദൈവം നിന്നെ ഒരു സ്വപ്നം കാണിച്ചത്, വാക്തത്വം കേൾപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ഒരു കാലമുണ്ടല്ലേ, ഒരു സമയമുണ്ടല്ലേ, ഒരു വർഷമുണ്ടല്ലേ. എന്നാൽ അത് നിവർത്തിയാകുന്നൊരു വർഷമുണ്ട് കേട്ടോ. 17 വയസ്സിൽ താൻ സ്വപ്നം കണ്ടെങ്കിൽ 30 വയസ്സിൽ ഫറവോൻ്റെ സന്നിധിയിൽ നിന്നു എന്ന് തിരുവചനം വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പ് പറയാം, ദൈവം അത് നിവർത്തിയിരിക്കുന്നൊരു വർഷം നിനക്ക് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം, പോരാട്ടം, പ്രതിസന്ധി മുഴുവൻ നിന്നോടല്ല, നീ കണ്ട സ്വപ്നത്തോട്. അത് നടപ്പിലാകാതിരിക്കാൻ വ്യക്തികൾ എഴുന്നേൽക്കും, സംഘടനകൾ എഴുന്നേൽക്കും. പക്ഷേ നിന്നെയോ നിൻ്റെ ആയുസ്സിനെയോ നിൻ്റെ ആരോഗ്യത്തെയോ നശിപ്പിച്ച് കളയാൻ ദൈവം ആരെയും സമ്മതിക്കത്തില്ല. അവനെ കൊന്നുകളയാൻ സ്വന്തം സഹോദരന്മാർ പോലും മുന്നോട്ട് വന്നു. സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാമെന്ന് അവർ തന്നെ പറഞ്ഞു. പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം കാണുവാൻ യോസഫിനെ ദൈവം സമ്മതിപ്പിച്ചു, അനുവദിച്ചു. സ്വപ്നം നിമിത്തം, ദൈവം കാണിച്ച ദർശനം നിമിത്തം, ദൈവം കൽപ്പിച്ച ദൂത് നിമിത്തം, ദൈവഹിതപ്രകാരം എടുത്ത സ്റ്റെപ്പ് നിമിത്തം നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. യോസഫ് ഒരുപാട് സങ്കടം അനുഭവിച്ചു കേട്ടോ, ഒരുപാട് ദുഃഖം അനുഭവിച്ചു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗത്ത് സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവൃത്തി 7:10. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിനും അവൻ്റെ സർവഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിച്ചെന്ന്. തനിക്ക് തലമുറകളുണ്ടായപ്പോൾ യോസഫ് മക്കൾക്ക് പേരിടുന്നു. അത് പറയുന്ന ഭാഗം ഉൽപ്പത്തി 41:51 എന്താ? എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു യോസഫ് തൻ്റെ ആദ്യജാതന് യോനശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമത്തവനെ എഫ്രയീം എന്ന് പേരിട്ടു. ഓർത്തോണം, സങ്കടം ദൈവം മറപ്പിക്കും, സങ്കടദേശത്ത് ദൈവം വർദ്ധിപ്പിക്കും. ദൈവം കാണിച്ച ദർശനം നിമിത്തം നീ സങ്കടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ കഷ്ടത, ആ സങ്കടം ദൈവം തന്നെ മറപ്പിക്കും. ആ സങ്കടദേശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ഇപ്പം യോസഫ് മന്ത്രിയാണ്, ഫറവോൻ്റെ ശേഷം രണ്ടാമത്തെ ആളാണ്. സിംഹാസനം കൊണ്ട് മാത്രമാണ് ഫറവോൻ വലിയവനായിരിക്കുന്നത്. മിസ്രയീം ദേശത്തിനൊക്കെയും യോസഫിനെ ഫറവോനെ മേലധികാരിയാക്കി വെച്ചു. മുദ്രാമോതിരം കൊടുത്തു, എല്ലാ കാര്യങ്ങളും കൊടുത്തു. നോക്കണം, അപ്പന് ഒരു വസ്ത്രം യോസഫിന് കൊടുത്തിരുന്നു. അത് നിലയങ്കിയാണ്. അത് സഹോദരന്മാർ ഊരിയെടുത്തു. അതിനുശേഷം പൊത്തിഫറിൻ്റെ വീട്ടിൽ വന്നു. അവൻ്റെ വസ്ത്രം പൊത്തിഫറിൻ്റെ ഭാര്യ ഊരിയെടുത്തു. എന്നാൽ ഇപ്പം ഫറവോനൊരു വസ്ത്രം കൊടുക്കുന്നതായിട്ട് 41 അധ്യായത്തിൻ്റെ 42 വാക്യത്തിൽ യോസഫിൻ്റെ കൈക്കൊരു മോതിരം ഇട്ടു. അത് ഫറവോൻ്റെ മോതിരമാണ്. ആ മോതിരം ഊരി യോസഫിൻ്റെ കയ്യിൽ കൊടുത്തു. അവന് നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. നോക്കിക്കേ, സ്വന്തം വസ്ത്രം പോലും സഹോദരന്മാർ ഊരിയെടുത്ത് ഒന്നുമില്ലാത്തവനായി വന്നവനെ ഇപ്പോൾ ദൈവം വർദ്ധിപ്പിച്ചു. പറയാം, സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചു. മനുഷ്യൻ തന്നത് മനുഷ്യൻ ഊരിയെടുക്കും, മനുഷ്യൻ തന്നത് മനുഷ്യൻ അപഹരിക്കും. അപ്പം കൊടുത്തു, സഹോദരന്മാർ ഊരിയെടുത്തു. മിദ്യാനെ കച്ചവടക്കാട് കൊടുത്ത വസ്ത്രം, അതിനുശേഷം അവന് ലഭിച്ച വസ്ത്രം പൊത്തിഫറിൻ്റെ ഭാര്യ ഊരിയെടുത്തു. ഒന്നുമില്ലാത്തവനായി കാരാഗൃഹത്തിൽ കടന്നു. പക്ഷെ ഇപ്പോൾ വർദ്ധിപ്പിച്ചു. നോക്കിക്കേ, ദൈവം ഒരുവനെ മാനിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും അവൻ്റെ മാന്യതയെ, ഉയർച്ചയെ, അനുഗ്രഹത്തെ, നന്മയെ തടയാൻ കഴിയില്ല. അപ്പം കൊടുത്തത്, മറ്റുള്ളവർ കൊടുത്തത്, പൊത്തിഫർ കൊടുത്തത് മറ്റു മനുഷ്യർ ഊരിയെടുക്കും. പക്ഷെ ദൈവം കൊടുത്തത് ആർക്കും ഊരിയെടുക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സങ്കടദേശത്ത് യോസഫിനെ ദൈവം വർദ്ധിപ്പിച്ചു എന്ന് തിരുവചനത്തിൽ കാണുകയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിനകത്ത് 22 തൊട്ടുള്ള വാക്യത്തിൽ യോസഫിനെ കുറിച്ച് പറയുകയാണ്. തൻ്റെ അപ്പൻ അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കും. യോസഫിന് കൊടുക്കുന്ന അനുഗ്രഹമാണ്. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം.
നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അവൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അടുത്തത്, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവരെയ്തു, അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. നോക്കിക്കേ, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, പക്ഷെ മതിലിൻ്റെ മീതെ പടരുന്ന ഒരു ഫലപ്രദമായ വൃക്ഷമായി അവൻ്റെ കൊമ്പ് മതിലിന്മേൽ പ്രതിസന്ധികൾക്ക് മീതെ പറക്കുന്ന ഒരു ദൈവകൃപ യോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, യോസഫിൻ്റെ മേലുണ്ടായിരുന്നു. ആമേൻ. ഈ ബ്രാക്കറ്റ് പീരീഡിൽ യോസഫിനെ പിടിച്ചു നിർത്തിയ ഒരു ഘടകം, നിങ്ങളുടെ ബ്രാക്കറ്റ് പീരീഡിലാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ, വാക്തത്വ നിവർത്തിയുടെ ഒരു ഇടവേളയിലാണ് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, ഈ ഇടവേളയിൽ ഒറ്റപ്പെടലുണ്ട്, നിന്നയുണ്ട്, ചെയ്യാത്ത കുറ്റം അനുഭവിച്ചു കാണും, പരിഹാസവും നിന്നാവാക്കും കുത്തുവാക്കും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വരുമായിരിക്കാം. യോസഫിൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടൊരു ചിന്ത വന്നത്, തൻ്റെ വായിലൂടെ പറഞ്ഞത് തിരുവചനത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയും. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ താൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് അപ്പക്കാരൻ്റെ പ്രമാണിയും പാനപാത്രവാഹകൻ്റെ പ്രമാണിയോടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പാനപാത്രവാഹകക്കാരൻ്റെ പ്രമാണിയോട് 40-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ തൻ്റെ അവസ്ഥ പറയുക, എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു, ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടത് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തില്ല. ഇപ്പോൾ പറയാം, എന്നെ കട്ടുകൊണ്ട് വന്നതാ. തൻ്റെ വിഷമം പറയുക, ആരോട് പറയാനല്ലേ? ആ വിഷമങ്ങൾ ആ മനുഷ്യനോട് പറയുക. പക്ഷേ യോസഫേ, നിന്നെ കട്ടുകൊണ്ട് കൊണ്ടുവന്നതാണെന്ന് നീ ഇപ്പം പറയും. എന്നാൽ സഹോദരന്മാരുടെ മുമ്പാകെ താൻ നിൽക്കുമ്പോൾ യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. 50-ാം അധ്യായം 20-ാം വാക്യം, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവവും എന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞു. അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. എന്നിട്ട് വീണ്ടും താൻ പറയുന്നൊരു കാര്യമുണ്ട്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. സ്തോത്രം. അത് യോസഫ് പറയാൻ കാരണം, യോസഫിൻ്റെ അകത്തൊരു ബോധ്യമുണ്ട്. ഞാൻ പൊട്ടക്കുഴിയിലാണ് വീണതെങ്കിലും, കാരാഗ്രഹത്തിൽ വീണെങ്കിലും, പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ അടിമയായിട്ട് പോയെങ്കിലും, ഇതിൻ്റെ പിന്നിലെല്ലാം ചലിച്ചത് ദൈവത്തിൻ്റെ കരമാണ്. 45-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണ് താൻ ഇത് പറയുന്നത്. ആകയാൽ 45-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ആകയാൽ നിങ്ങളല്ല, ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. ഇപ്പോഴും ഓർത്തോണം, കഷ്ടത വരുമ്പോൾ, ഭാരം വരുമ്പോൾ ദൈവമാണ് നമ്മളെ അയച്ചത്. സ്വപ്നം നിമിത്തം, ദർശന നിമിത്തം ഓരോ ബ്രാക്കറ്റ് പീരീഡിലാകുമ്പോഴും ഓർത്തോണം, ദൈവം അയച്ചത്. പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞു, ദൈവം എന്നെ അയച്ചത്, ദൈവമാണ് എന്നെ അയച്ചത്. അതേ പ്രിയരെ, ദൈവമാണ് നിന്നെ അയച്ചത്. നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന പട്ടണത്ത് ദൈവമാണ് നിന്നെ അയച്ചത്. ദൈവം അയച്ചതിൻ്റെ പിന്നെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇപ്പോൾ നീ അത് കാണുന്നില്ല, പക്ഷെ ഒരു കാലത്ത് നീ അറിയും, നീ മനസ്സിലാക്കും. ആ പൊട്ടക്കുഴി നല്ലതിനായിരുന്നു, പൊത്തിഫേറിൻ്റെ ഭവനം നല്ലതിനായിരുന്നു. ഈ ബ്രാക്കറ്റ് പീരീഡ് യോസഫിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ കാര്യം, ദൈവ സാന്നിധ്യത്തോട് യോസഫ് ചേർന്ന് നടന്നു. ഇന്നത്തെ ഈ നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നീ ഇരിക്കുമ്പോൾ, ഇടവേളയിൽ നെഗറ്റീവായിട്ടുള്ളത് കേൾക്കുകയും കാണുകയും നീ ചെയ്യുമ്പോൾ, ദൈവസാന്നിധ്യത്തോടു കൂടി ഇരിക്കണം. 39-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി. യോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. പൊത്തിഫേറിൻ്റെ വീട്ടിൽ ആയിരിക്കുമ്പോൾ യോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ആ ബ്രാക്കറ്റ് പീരീഡിൽ അവിടെ വായിക്കുന്നു, തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസഫിൻ്റെ നിമിത്തം മിസ്രയീമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. വീടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. കേട്ടോ, ദൈവസാന്നിധ്യത്തോട് ചേരുന്ന യോസഫ് തനിക്ക് കഷ്ടതയാണെങ്കിലും തൻ്റെ കൂടെ നിൽക്കുന്ന, താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊത്തിഫേർ അനുഗ്രഹിക്കപ്പെട്ടു. 39-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, അവൻ തനിക്കുള്ളതൊക്കെ യോസഫിൻ്റെ കയ്യിലേൽപ്പിച്ചെന്ന്. താൻ കഴിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല. അപ്പോൾ പോത്തിഫേറിൻ്റെ വീട്ടിൽ അവൻ ഉയർച്ച കിട്ടി. കാരാഗ്രഹത്തിൽ വന്നപ്പോഴും അതാ കേട്ടോ, അവൻ കാരാഗ്രഹത്തിൽ കിടന്നു, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കണ്ടോ, കാരാഗ്രഹ പ്രമാണിയൊക്കെ അവനോട് ദയ തോന്നി തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണിയെ യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു.
അവരുടെ പ്രവൃത്തിയൊക്കെയും അവൻ വിചാരകനായിരുന്നു. പ്രവൃത്തികൾക്കൊക്കെയും അവൻ വിചാരകനായി. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കുകൊണ്ട് അവൻ്റെ കൈക്കീഴിൽ യാതൊന്നും കരാപ്രമാണി നോക്കിയില്ല. പൊത്തിഫേറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? യോസഫിൻ്റെ കൂടെ. ബ്രാക്കറ്റ് പീരീഡാ. പക്ഷെ ആരുണ്ടായിരുന്നു? യഹോവയെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ അവന് ഉയർച്ച. കാരാഗൃഹത്തിൽ വന്നപ്പോൾ ആരുണ്ടായിരുന്നു? സഹോദരന്മാരില്ല, അപ്പനില്ല, ആരുമില്ല. യഹോവ കൂടെയുണ്ട്, അവിടെ ഉയർച്ചയാണ്. ഓർത്തോണം, ഈ ബ്രാക്കറ്റ് പീരീഡിൽ ഒന്നാമത് ശ്രദ്ധിക്കണം, ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുക. യഹോവ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം ഈ ബ്രാക്കറ്റ് പീരീഡിൽ നിന്നോട് കൂടെയുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവരാരും കാണത്തില്ല, നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. പക്ഷേ ഈ ബ്രാക്കറ്റ് പീരീഡിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നവർ, അവർ ആഗ്രഹിക്കുന്ന പോലെ നിൻ്റെ ജീവിതം ആയിരിക്കത്തില്ല. ദൈവം നിന്നെ സഹായിക്കും. പാപം ചെയ്യാനുള്ള സാധ്യത യോസഫിൻ്റെ മുന്നിൽ പൊത്തിഫേറിൻ്റെ വീട്ടിൽ വെച്ച് വന്നു. പക്ഷേ പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, അവളെ അനുസരിച്ചില്ല എന്നാണ് തിരുവചനത്തിൽ എഴുതിപ്പെട്ടത്. ആരുമില്ല, ജീവിതം മൊത്തം തകർന്നിരിക്കുകയാണ്. കണ്ട സ്വപ്നത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ജീവിതമാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്നം കാണണ്ടെന്ന് പോലും ഒരുപക്ഷെ ചിന്തിച്ച് കാണുമായിരിക്കാം. ഫുള്ള് നെഗറ്റീവായിരിക്കുമ്പോൾ പാപം ചെയ്യാനുള്ള സാധ്യത മനുഷ്യൻ്റെ ഉള്ളിൽ കൂടുതലാണ്. മനസ്സ് ഡൗൺ ആയിരിക്കുമ്പോൾ തെറ്റ് ചെയ്യാനുള്ള സാധ്യത മാനുഷികമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധേയമാണ്. 39 അധ്യായത്തിൻ്റെ 9 വാക്യം, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? കണ്ടോ, ജീവിതത്തിൻ്റെ ഭൗതികമായ എല്ലാ അവസ്ഥകളും ഡൗൺ ആയിരിക്കുമ്പോൾ, ഭൗതികമായ ഒരു സാധ്യതയും തൻ്റെ ജീവിതത്തിൽ കാണാതിരിക്കുമ്പോൾ, ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യേണ്ട പ്രായത്ത് തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ ദൈവത്തോട് പാപം ചെയ്യുവാൻ താൻ തയ്യാറായില്ല. ദൈവഹിതമില്ലാത്തിടത്ത് ഇരിക്കുവാനോ പ്രവർത്തിക്കുവാനോ തയ്യാറായില്ല. തനിക്കൊരു കാര്യം അറിയാം, ഇന്നത്തെ എൻ്റെ ഈ ഭൗതിക അവസ്ഥ വെച്ചല്ല ദൈവത്തിൻ്റെ പ്രമാണത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നത്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട്, ദൈവഭയം എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ പാപം ചെയ്യത്തില്ല. ഈ ബ്രാക്കറ്റ് പീരീഡിൽ നീ തെറ്റ് ചെയ്യരുത്. നീ പാപത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങിപ്പോകരുത്. നീ ആഗ്രഹിച്ച പോലെ നിൻ്റെ ജീവിതം മുമ്പോട്ട് പോയിട്ടില്ലായിരിക്കാം. നീ പ്രതീക്ഷിച്ച പോലെ ഒന്നും നിനക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, ഈ ബ്രാക്കറ്റ് പീരീഡിൽ, ഈ ഇടവേളയിൽ നീ തെറ്റ് ചെയ്യരുത്. ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കണം. ആമേൻ. ഒരുപാട് അനുഭവങ്ങൾ യോസഫിൻ്റെ ജീവിതത്തിലുണ്ടായി. അവിടെയെല്ലാം സ്വർഗത്തിലെയും യോസഫിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ആമേൻ. യോസഫിനെ സങ്കടദേശത്തെ ദൈവം വർദ്ധിപ്പിച്ചു. ദൈവം കാണിച്ച സ്വപ്നം ദൈവം നിവൃത്തിയാക്കി. 42 അധ്യായത്തിൻ്റെ 6-7 വാക്യത്തിലും 50 അധ്യായത്തിൻ്റെ 18 വാക്യത്തിലും യോസഫ് കണ്ട ദർശനം ദൈവം നിവൃത്തിയാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 42 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ ഇങ്ങനെയാണ്, യോസഫിൻ്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. 50 അധ്യായത്തിൻ്റെ 18 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു, ഇതാ ഞങ്ങൾ നിൻ്റെ അടിമകളെന്ന് പറഞ്ഞു. നോക്കിക്കേ, 17 വയസ്സിൽ കണ്ട സ്വപ്നത്തെ ദൈവം നിവൃത്തിയാക്കി. ദൈവം എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ആ ദൂതിന് വിപരീതമായ ഒരു സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ യോസഫിൻ്റെ ചരിത്രം നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. ദർശനം, സ്വപ്നം, വാക്തത്വം പറഞ്ഞ കാണിച്ച ദൈവം അത് നിവൃത്തിയാകും. സദൃശവാക്യം 20-24, മനുഷ്യൻ്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. മാൻ സ്റ്റെപ്സ് ആർ ഓർഡേഡ് ബൈ ദ ലോർഡ്. സഹോദര സഹോദരി, താങ്കളുടെ ഗതി, ജീവിതം ദൈവത്താൽ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. യോസേഫ് സ്വപ്നം കാണുമെന്നും കാരാഗ്രഹ പൊട്ടക്കുഴിയിലാകുമെന്നും, അതിനുശേഷം പൊത്തിഫേറിൻ്റെ വീട്ടിലാകുമെന്നും, അതിനുശേഷം കാരാഗ്രഹത്തിലാകുമെന്നും, അതിനുശേഷം മാത്രമേ തൻ്റെ സ്വപ്നത്തിൻ്റെ നിവൃത്തിയാകത്തുള്ളൂ. ദൈവം ഓർഡർ ചെയ്ത് വെച്ചിരിക്കുക. ആ വഴിയിലൂടെ പോയേ പറ്റത്തുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവം ഓർഡർ ചെയ്ത് വെച്ചിരിക്കുക. ആ ഓർഡർ തെറ്റിക്കാൻ ദൈവം ആരെയും സമ്മതിക്കത്തില്ല. ആ ഓർഡറിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല. മനുഷ്യൻ്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. ഹബക്കൂക്ക് 2:3 ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാൽ അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. എത്ര ശക്തമല്ലേ? അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. അതിനായിട്ട് നീ കാത്തിരിക്കുക. സമയം തെറ്റത്തില്ലെന്ന്.
സമയം തെറ്റത്തില്ല, ദൈവത്തിൻ്റെ സമയം തെറ്റത്തില്ല. അത് വൈകിയെന്ന് നിനക്ക് തോന്നിയാലും അതിനെ കാത്തിരിക്കും, താമസിക്കത്തില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ സമയത്തിൽ നിന്ന് ഒരു മാസം പോലും മുമ്പോട്ട് പോകത്തില്ല. ദൈവം പറഞ്ഞ സമയത്ത് നിവൃത്തിയാവും. പക്ഷെ നമ്മുടെ ചിന്തയിൽ നമ്മൾ പ്ലാൻ ചെയ്ത സമയം വൈകിയെന്ന് നമുക്ക് തോന്നുമായിരിക്കും. ഇന്ന സമയത്ത് ഇന്ന കാലത്ത് അങ്ങനെ നടക്കും, ആ സ്വപ്നം നിവൃത്തിയാകുമെന്ന് നമ്മൾ പറയും. പക്ഷെ അത് നമ്മുടെ സമയമാണ്, അത് വൈകും. പക്ഷെ ദൈവത്തിൻ്റെ സമയം താമസിക്കത്തില്ല. ബൈബിൾ പറഞ്ഞു അത് വരും നിശ്ചയം. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇറ്റ് വിൽ ഷുവർലി കം. ഇന്നീ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, ദൈവം കാണിച്ച ദർശനം അത് നടപ്പിലാകും. ദൈവം പറഞ്ഞ വാഗ്ദത്തം അത് നടപ്പിലാകും. ആ ദൂത് നിവർത്തിയാകും. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും എന്നോട് ചേർന്ന് പറയാം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. എബ്രായർ 10:36. ദൈവേഷ്ടം ചെയ്ത വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. യോസേപ്പിൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച ദർശനം ദൈവം നിവൃത്തിയാക്കി. ആ ബ്രാക്കറ്റ് പീരീഡിൽ ദൈവത്തോട് ചേർന്ന് നിന്നു. മറ്റൊരു കാര്യം ഓർത്തോണം, ഈ ബ്രാക്കറ്റ് പീരീഡിൽ മനുഷ്യരിൽ ആശ്രയിക്കാൻ നമുക്കൊരു പക്ഷേ പ്രേരണ തോന്നുമായിരിക്കും. പക്ഷെ മനുഷ്യരിൽ ആശ്രയിക്കരുത്. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള പദ്ധതി പൂർത്തിയാക്കാൻ നമ്മുടെ ബുദ്ധിയുടെ ആവശ്യമില്ല, നമ്മുടെ കഴിവിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഒരു പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. ദൈവം കാണിച്ച സ്വപ്നം നിവർത്തിയാകാൻ ദൈവത്തിൻ്റെ വഴിയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ പാനപാത്രവാഹകക്കാരോട് പറയുന്നൊരു കാര്യം അവിടെ ശ്രദ്ധേയമാണ്. നീ ശുഭമായിരിക്കുമ്പോൾ, എന്താ പറഞ്ഞേ, നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോൻ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നൊന്ന് വിടുവിക്കണേ. കണ്ടോ, ആ ചെറുപ്പക്കാരൻ്റെ വിഷമം നിമിത്തം, കഷ്ടത നിമിത്തം, കണ്ണീർ നിമിത്തം താനങ്ങ് പറഞ്ഞു പോയതാ. എന്നെ നീ ഒന്ന് വിടുവിക്കണം, നീ എന്നെ ഓർക്കണം. യോസേപ്പേ, പാനപാത്രവാഹകക്കാരനല്ല നിന്നെ വിടുവിക്കുന്നത്, അവനല്ല നിന്നെ ഓർക്കുന്നത്. ദൈവം നിന്നെ ഓർക്കും, ദൈവം നിന്നെ വിടുവിക്കും. സ്വപ്നം കാണിച്ച ദൈവം അത് നിവൃത്തിയാകും. ആദ്യം അവസാനിക്കുമ്പോൾ മനഃപൂർവ്വം തിരുവചനത്തിനകത്ത് എഴുതിയേക്കുക. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേപ്പിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ഈ ബ്രാക്കറ്റ് പീരീഡിൽ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക. മാനുഷികമായ നിലയിൽ നീ വല്ലതും പ്ലാൻ ചെയ്യുന്നത് പോലെ ദൈവം പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് ആ വഴിയൊന്നും വേണ്ട, ദൈവത്തിന് നിൻ്റെ കഴിവ് വേണ്ട, ദൈവത്തിന് പ്രവർത്തിക്കാൻ നീ സജസ്റ്റ് ചെയ്യുന്നൊരു വേണ്ട. ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിനൊരു വഴിയുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനു വേണ്ടി സമർപ്പിക്കുക, താഴ്ത്തി കൊടുക്കുക. ഹല്ലേലൂയ. യോസേപ്പിൻ്റെ ജീവിതവും നമ്മുടെ കർത്താവിൻ്റെ ജീവിതവും തമ്മിൽ ഒരുപാട് സാമ്യതയുണ്ട്. ഹല്ലേലൂയ. അത് മറ്റൊന്നുമല്ല, യോസേപ്പിൻ്റെ ജീവിതം കർത്താവിൻ്റെ ജീവിതത്തിന് ഒരു നിഴലായിരുന്നു. പഴയ നിയമത്തിലെ ഓരോ വ്യക്തികളെ നമ്മൾ എടുക്കുമ്പോഴും നിഴലാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ യേശുക്രിസ്തുവിന് നിഴലാണ്. യോസേപ്പ് മരിക്കേണ്ട സ്ഥാനത്ത് അവിടെ ഒരു കോലാട് കൊറ്റൻ അറക്കപ്പെട്ടത്, അതിൻ്റെ രക്തമാണ് യോസേപ്പിൻ്റെ വസ്ത്രത്തെ മുക്കിയത്. ആ രക്തത്തിലാണ് യോസേപ്പിൻ്റെ വസ്ത്രം മുക്കിയത്. യോസേപ്പിനെ കൊല്ലാൻ വേണ്ടി അവർ ഭാവിച്ചപ്പോൾ രൂപേനെ ഇടപെട്ടു, കൊല്ലണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട് പറയും, നാം നമ്മുടെ സഹോദരനെ കൊന്നവൻ്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം, വരുവീൻ ഇശ്മാലിയർക്ക് വിൽക്കുക. അങ്ങനെ ഇശ്മാലിയെ കച്ചവടക്കാർക്ക് വിറ്റു. എന്നാൽ 37-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു യോസേപ്പിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊണ്ടു കൊടുത്തു. നോക്കിക്കേ, യോസേപ്പ് മരിക്കേണ്ട സ്ഥാനത്ത് ഒരു കോലാട്ടുകൊറ്റൻ കൊല്ലപ്പെട്ടതായി നമുക്കവിടെ വായിക്കാൻ കഴിയും. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത്, കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത്. 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നിവർത്തിയാകുവാൻ യേശു കർത്താവ് പരമയാഗമായി തീർന്നു.
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായി. നമുക്ക് പകരമാണ് അവിടെ ക്രൂശിക്കപ്പെട്ടത്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. കണ്ടോ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമാക്കി. യോസേപ്പിൻ്റെ ജീവിതത്തിൽ യോസേപ്പിനെ മരണത്തിൽ രക്ഷിച്ചത് ആ ആട്ടിൻകുട്ടി പകരം ആയതുപോലെ ഞാനും നിങ്ങളും പാപത്തിൽ മരിക്കേണ്ട സ്ഥാനത്ത് പകരം യാഗമായി തീർന്നു. മാത്രമല്ല, യോസേപ്പ് ഒരാട്ടിടയനായിരുന്നു, യേശു നല്ല ഇടയനാണെന്ന് ബൈബിൾ പറയുന്നു. അപ്പൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യോസേപ്പിനെയാണ്. താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ പിതാവിൻ്റെ സ്നേഹം ഏറ്റവും ഏറ്റുവാങ്ങിയത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. സഹോദരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി, സഹോദരന്മാരെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ യോസേപ്പ് പോയപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കൊല്ലുവാൻ സഹോദരന്മാർ ആഗ്രഹിച്ചു, തയ്യാറായി. ഇതുപോലെ താൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരോ തന്നെ കൈക്കൊണ്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യോസേപ്പ് തൻ്റെ ഭാവിയെക്കുറിച്ച് നേരത്തെ പ്രവചിച്ചു, സ്വപ്നം കണ്ടു. യേശു കർത്താവും താൻ മരിക്കുമെന്നും ഉയർക്കുമെന്നും മധ്യാകാശത്ത് വരുമെന്നും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ പ്രവചിച്ചു. യോസേപ്പിനെ അവരൊറ്റിക്കൊടുത്തു വെള്ളിക്കാശിന്, യേശുവിനെയും വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. അങ്ങനെ ഒരുപാട് സാമ്യം യോസേപ്പിൻ്റെ ജീവിതവും യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും തമ്മിലുണ്ട്. ഈ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഏകദേശം 60-ൽ പരം സാമ്യങ്ങൾ നമുക്ക് യേശുവിൻ്റെ ജീവിതവും യോസേപ്പിൻ്റെ ജീവിതവും തമ്മിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ മെസ്സേജ് കൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്നൊരു ബ്രാക്കറ്റ് പീരീഡുണ്ട്, ഒരു ഇടവേളയുണ്ട്, ജീവിതത്തിൻ്റെ ഇടവേള. ഈ ഇടവേളയിൽ ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുക. പാപം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ വരും. കാരണം മാനസികമായി ഡൗണായി പോകുന്നൊരു സമയമാണ് ജീവിതത്തിൻ്റെ ബ്രാക്കറ്റ് പീരീഡ്. കണ്ട സ്വപ്നവും കേട്ട ദൂതിനും വിപരീതമായൊരു ജീവിതത്തിൽ വരുമ്പോൾ, ഞാൻ ഇതിനൊക്കെ വേണ്ടിയാണോ ഈ സ്വപ്നം കണ്ടത്, ദർശനം കണ്ടത്, ദൈവം എന്നെ കേൾപ്പിച്ച ദൂതിന് നേരെ ഓപ്പോസിറ്റായിട്ടൊരു ജീവിതമാണല്ലോ. നീ മുരടിച്ചു പോകും, നീ ഒതുങ്ങിപ്പോകും, നീ അസ്തമിച്ചു പോകുമെന്ന് നിൻ്റെ മനസ്സ് തന്നെ നിന്നോട്, നിൻ്റെ സാഹചര്യം തന്നെ നിന്നോട് പറയുന്നൊരു കാലഘട്ടമാണ് ബ്രാക്കറ്റ് പീരീഡ്. ഈ ബ്രാക്കറ്റ് പീരീഡിൽ മനുഷ്യരിൽ ആശ്രയിക്കുവാൻ, സ്വന്തം വഴിയിൽ ജീവിതം മുൻപോട്ട് പോകുവാൻ, സ്വന്തമായി പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്കനുസരിച്ച് സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുവാൻ ഒരുപക്ഷേ തോന്നുമായിരിക്കാം. യോസേപ്പിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം, സ്വപ്നം കാണാൻ ഒരു കാലമുണ്ടെങ്കിൽ സ്വപ്നം നിവർത്തിയാകാൻ ദൈവം വെച്ചിരിക്കുന്നൊരു കാലമുണ്ട്. നീ വിടുവിക്കപ്പെടുവാൻ മനുഷ്യൻ നിന്നെ റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മെസ്സേജ് നിങ്ങളെ ധൈര്യപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുവാൻ, വിശുദ്ധിയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ബ്രാക്കറ്റ് പീരീഡിനായി സ്തോത്രം. ഈ ഇടവേളയിൽ ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോടെ മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കണമേ. മനസ്സിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, മനുഷ്യൻ്റെ മുഖം നോക്കുന്നതിനേക്കാൾ ദൈവോന്മുഖമായി ജീവിതം മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കണമേ. സ്വപ്നം കാണിച്ച ദൈവം നിവർത്തിക്കാതിരിക്കാനും വിശ്വസ്തനാണല്ലോ. യോസേപ്പ് മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്തതുപോലെ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.